നമസ്കാരം. ഇന്നത്തെ ടോപ്പ് 5 വാർത്തകളിലേക്ക് സ്വാഗതം. റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധത്തിനൊരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മതപരമായി പരിപാടി സംഘടിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനം. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഗുദ്ദർ വനമേഖലയിലെ സൈനിക ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടു. മുൻകൂർ ജാമ്യത്തിനായി പ്രതികൾ ആദ്യം സമീപിക്കേണ്ടത് സെഷൻസ് കോടതിയെ. കേരള ഹൈക്കോടതിയെ വിമർശിച്ച് സുപ്രീം കോടതി. ദക്ഷിണ കൊറിയയെ വീഴ്ത്തി ഏഷ്യ കപ്പ് ഹോക്കിയിൽ മുത്തമിട്ട് ഇന്ത്യ. വാർത്തകൾ വിശദമായി. യുക്രൈനിലെ കീവിൽ ഇന്നലെ റഷ്യ നടത്തിയ രൂക്ഷമായ ആക്രമണത്തിന് പിന്നാലെ റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധത്തിനൊരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡ സിൽവയുടെ അധ്യക്ഷതയിൽ വെർച്വൽ യോഗം ചേരും. സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധമുണ്ടാകുമെന്ന് US നിരന്തരം ഭീഷണി മുഴക്കിയിരുന്നുവെങ്കിലും തൽക്കാലത്തേക്ക് നടപടി നീട്ടിവെച്ചിരുന്നു. ഇതോടെ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ തീരുവ ചുമത്താനുള്ള സാധ്യതയും ഇതോടെ വർദ്ധിച്ചു. പിഴ ഉൾപ്പെടെ 50% അധിക തീരുവയാണ് നിലവിൽ US ഇന്ത്യക്കുമേൽ ചുമത്തിയിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപിന് മുന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം മൂർച്ഛിക്കുന്ന അവസ്ഥയാണ് നിലവിൽ. ഇതിനെ തുടർന്നാണ് രണ്ടാം ഘട്ട ഉപരോധത്തിലൂടെ റഷ്യക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കാനുള്ള നീക്കം. അതേസമയം വ്യാപാര രംഗത്ത് അമേരിക്കയുടെ തീരുവ വെല്ലുവിളികൾക്കിടെയാണ് ഇന്ന് ബ്രിക്സ് രാജ്യങ്ങൾ യോഗം ചേരുന്നത്. യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. യോഗത്തിൽ US നയമടക്കം ചർച്ചയാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ V രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഹൈന്ദവീയം ഫൗണ്ടേഷൻ ട്രസ്റ്റ് നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്ന് സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണമെന്നാണ് ആവശ്യം. ആഗോള അയ്യപ്പ സംഗമത്തിനായി പണം ചെലവഴിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുണ്ട്. മതേതര നിലപാട് ഉന്നയിച്ച് അധികാരത്തിലേറിയ സർക്കാർ ഇത്തരത്തിലൊരു മതപരമായ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നാണ് ഹർജിയിലെ വാദം. സമാന ആവശ്യം ഉന്നയിച്ചുള്ള മറ്റൊരു പൊതു താൽപര്യ ഹർജിയും ഹൈക്കോടതി നാളെ പരിഗണിക്കും. ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം. ഈ വരുന്ന സെപ്റ്റംബർ 20-ന് പമ്പ തീരത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജമ്മു കാശ്മീരിലെ കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏറ്റുമുട്ടലിൽ 3 സൈനികർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗുദ്ദാറിൽ തെരച്ചിൽ ഓപ്പറേഷൻ ആരംഭിച്ചത്. സൈന്യം ഭീകരവാദികളുമായി ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരവാദികൾ വെടിയുതിർത്തതോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ജമ്മു കാശ്മീർ പോലീസ് ഇന്റലിജൻസ് വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ ആർമിയുമായി ചേർന്ന് സംയുക്ത ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തു. ജമ്മു കാശ്മീർ പോലീസും ശ്രീനഗറിലെ CRPFും ചേർന്ന് ഗുദ്ദാർ വനത്തിൽ തെരച്ചിൽ ആരംഭിച്ചു. ഇതിനിടെ ഭീകരവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ 2 ഭീകരവാദികൾ കൊല്ലപ്പെടുകയും 3 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ കോർപ്സ് Xൽ കുറിച്ചു. ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്നതിൽ കേരള ഹൈക്കോടതിക്കെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. സെഷൻസ് കോടതികളെ സമീപിക്കാത്ത പ്രതികൾക്ക് ഹൈക്കോടതി നേരിട്ട് ജാമ്യം നൽകുന്നതിലാണ് വിമർശനം. മുൻകൂർ ജാമ്യത്തിനായി പ്രതികൾ ആദ്യം സമീപിക്കേണ്ടത് സെഷൻസ് കോടതിയാണെന്നും രാജ്യത്ത് മറ്റൊരു ഹൈക്കോടതിയിലും ഇത്തരത്തിൽ സമാനമായ സാഹചര്യം ഇല്ലെന്നാണ് സുപ്രീം കോടതിയുടെ വാദം. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച മുഹമ്മദ് റസലിന്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് കേരള ഹൈക്കോടതി നടപടിയെ വിമർശിച്ചത്. ഈ വിഷയം പരിശോധിക്കാൻ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയെ അമിക്കസ് ക്യൂറിയായി നിയമിക്കുകയും കേരള ഹൈക്കോടതിക്ക് വിശദീകരണം തേടി നോട്ടീസും അയച്ചു. വിചാരണ കോടതിയെ സമീപിക്കാതെ നേരിട്ട് ഫയൽ ചെയ്യുന്ന ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി പരിഗണിക്കുന്നതിൽ നിയമപരമായി തെറ്റില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഒക്ടോബർ 14-ന് കേസിൽ സുപ്രീം കോടതി വിശദവാദം കേൾക്കാൻ തീരുമാനിച്ചു. നീണ്ട 8 വർഷത്തിനു ശേഷം ഏഷ്യ കപ്പ് ഹോക്കിയിൽ നേട്ടം കൊയ്ത് ഇന്ത്യ. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ തകർത്ത ഇന്ത്യയുടെ ഈ കിരീട നേട്ടം അടുത്ത വർഷത്തെ ലോകകപ്പിന് യോഗ്യത നേടി. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ 1-4 ഗോളുകൾക്കാണ് ഇന്ത്യ തകർത്തത്.
മത്സരത്തിൽ ഉടനീളം കൊറിയയ്ക്കുമേൽ ആധിപത്യം പുലർത്തിയ ഇന്ത്യ മത്സരം ആരംഭിച്ച് ആദ്യ മിനിറ്റിൽ തന്നെ സുഖ്ജിത് സിംഗിന്റെ കിടിലം ഗോളിലൂടെ ഇന്ത്യ മുന്നിലെത്തി. ഡോണ്ടെയിനാണ് കൊറിയയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചത്. ഏഷ്യ കപ്പായിരുന്നു ലക്ഷ്യം വെച്ചത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കഠിനമായി പരിശീലിച്ചു വരികയായിരുന്നുവെന്നും ഇന്ത്യൻ നായകൻ ഹർമൻപ്രീത് സിംഗ് പറഞ്ഞു. അടുത്ത ലക്ഷ്യം ലോകകപ്പാണെന്നും ഹർമിത് സിംഗ് കൂട്ടിച്ചേർത്തു. 4ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് കരസ്ഥമാക്കുന്നത്. നേരത്തെ 2003-ലും 2007-ലും 2017-ലുമാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.